crash batch. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഒരുപാട് മക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ആ മക്കൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നമ്മുടെ കുറേ വൺ ഷോട്ട് വീഡിയോസ് ഉണ്ട്, PYQs ഉണ്ട്, ഷോർട്ട് നോട്ട് ലൈവ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, മോഡൽ എക്സാംസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കളും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. മക്കളെ, നിങ്ങൾക്കറിയാം ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കൾക്കും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ മിസ് പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ സെറ്റ് കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ കണ്ട് ഫുൾ തീർക്കണം എന്ന് അല്ലേ. അങ്ങനെയാണോ? പക്ഷേ അല്ല, നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അത്രയും ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ, നമുക്കറിയാം നമ്മുടെ ബാച്ചിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വൺ ഷോട്ട് ക്ലാസ്സസ് ഉണ്ടാവും അല്ലേ. ഓരോ ചാപ്റ്ററിനെയും, എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിനെയും വൺ ഷോട്ട് ക്ലാസ്സസ് ഉണ്ടാവും. ഇത് നമ്മുടെ ചാപ്റ്ററിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഡ്യൂറേഷൻ കൂടിക്കൊണ്ടേ ിരിക്കും അല്ലെ. ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും വൺ ബൈ വൺ എടുത്ത് കാണണോ? വേണ്ട, അത് നമ്മുടെ സമയം വെറുതെ പോവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. എങ്ങനെ പഠിക്കണം, ഏത് ദിവസം ഏത് പഠിക്കണം എന്നൊക്കെ ടൈം ടേബിളൊക്കെ ഞങ്ങൾ തരും. എന്നാലും നിങ്ങളുടെ പ്രിഫറൻസ് ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാം, ഏത് ചാപ്റ്ററാണ് കുറച്ച് വീക്കായിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ഷോട്ട് വീഡിയോസ് ഒരുപാട് എണ്ണമുണ്ട് എന്ന് കരുതി എല്ലാ വീഡിയോസും ഇരുന്ന് നിങ്ങൾ കാണാനായിട്ട് പാടില്ല. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത നമ്മുടെ ഒരു മെയിൻ ഫീച്ചറാണ് മക്കളെ PYQ വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ മാത്രം എടുത്ത് കാണുക. ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ ഒന്നും വീണ്ടും എടുത്ത് ഫുള്ളായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇനി PYQസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതേപോലെ തന്നെ വീഡിയോസ് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും. എല്ലാം ഇരുന്ന് കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ഈ PYQസിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ നിങ്ങൾ പഠിക്കാൻ പോണത് ആ ചാപ്റ്ററിൻ്റെ PYQ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിങ്ങനെ ഓരോന്ന് നമ്പർ 1 ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ചെയ്തു പോവുക. എവിടെയാണോ നിങ്ങൾ സ്റ്റക്ക് ആവുന്നത് ആ ഭാഗം മാത്രം നിങ്ങൾ വീഡിയോ എടുത്ത് കാണുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ ഷോട്ട് വീഡിയോസ് എടുക്കുക, അതിൽ ആ ഭാഗം എടുത്ത് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് PYQs നിങ്ങൾക്ക് അവിടെ കിട്ടും. PYQ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ സോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററും കാണണ്ട, ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണുക. ഓക്കെ, അടുത്ത നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ മെയിൻ ഫീച്ചർ ആണ് മക്കളെ ഷോർട്ട് നോട്ട് ലൈവുകൾ. നിങ്ങൾ ഏറ്റവും നല്ലത് ആ ചാപ്റ്റർ ഫുൾ പഠിച്ച് സെറ്റായിട്ട് ഷോർട്ട് നോട്ട് ലൈവ് കാണുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഷോർട്ട് നോട്ട് ലൈവിന് വരിക. നമ്മളൊരു ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് എത്ര ഷോർട്ടാക്കി പറഞ്ഞു തരാൻ പറ്റുമോ അത്രയും ഷോർട്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു ലൈവാണ് ഷോർട്ട് നോട്ട് ലൈവ്. ഓക്കെ, ഒരു 3-4-5 സ്ലൈഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാണ് അവിടെ. അപ്പോൾ ആ ഒരു ലൈവ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ലിങ്ക് വരും. ഇനി അഥവാ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം വരികയാണ്, നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് വരുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരും. ഓക്കെ, യെസ്. അപ്പോൾ ഷോർട്ട് നോട്ട് ലൈവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എല്ലാ ചാപ്റ്ററിനെയും ഉണ്ടാവും. അത് കറക്റ്റായിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്താ ലൈവാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ ആ ടീച്ചറിനോട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്ന അതേ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഈ PYQസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് പുറമേയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റിൽ കാണാൻ പറ്റുക. ഓക്കെ, വർക്ക്ഷീറ്റും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്തൊരു ഫീച്ചറാണ് മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മളൊരു 2 to 3 വീക്സിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിലൊരുപാട് സോൾവഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇതാണ് നമ്മൾ പറഞ്ഞത്, ബാച്ചിലുള്ള ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ, ഒരു ചാപ്റ്ററിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻ കിട്ടാൻ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ബാച്ചിൽ തന്നെ കംപ്ലീറ്റ്
കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടാവും. PYQs ചെയ്യുക, വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ തന്നെ മക്കളെ ഫുൾ സെറ്റായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതി മിസ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വേണ്ടിയ ചാപ്റ്ററിൽ വേണ്ട ഭാഗങ്ങൾ മാത്രമായിരിക്കണം വൺ ഷോട്ട് വീഡിയോസ് നിങ്ങൾ കാണേണ്ടത്. PYQസും അതേപോലെ തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ നോട്ട് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ള ഭാഗം മാത്രം ക്ലിയർ ചെയ്യുക. ഷോർട്ട് നോട്ട് ലൈവ് മാക്സിമം നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക. മാക്സിമം ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സമയമുള്ളവർ, ബാക്കി സമയമുള്ളവർ ഈ രണ്ടെണ്ണത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടി സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ മോഡൽ എക്സാംസ്. ഓക്കെ, നമുക്കറിയാം ഈ വർഷത്തെ എക്സാം എന്തായാലും ഒരു ഇത്തിരി ടഫായിരിക്കും, അല്ലെങ്കിൽ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിലുള്ള മക്കൾക്ക് ആ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ രീതിയിലുള്ള എക്സാംസും അവർ എഴുതി ഫുൾ സെറ്റായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽ എക്സാംസ് നടന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ നോക്കി എഴുതാം, അല്ലെങ്കിൽ ബുക്കിൽ നോക്കി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാം അല്ലേ. പക്ഷേ അത് നിങ്ങൾക്ക് പോയി. കാരണം എന്താ, ഈ എക്സാംസ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കഴിഞ്ഞു, ഫുൾ സെറ്റായി. ഇനി നിങ്ങൾക്ക് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ മോഡൽ എക്സാംസ് ഉണ്ടാവുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു രീതിക്ക് പഠിച്ചു പോകുന്ന എല്ലാ മക്കൾക്കും മിസ് തരുന്ന ഉറപ്പാണ് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഇതാ ഇനിയും അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം.